ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ആദ്യം വന്ന ഒരു ഡൗട്ടായിരുന്നു, എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, സ്റ്റോക്കിലാണോ അതോ മ്യൂച്വൽ ഫണ്ടിലാണോ? എനിക്കറിയാം പല ബിഗിനേഴ്സും ഇന്ന് എത്തി നിൽക്കുന്നത് ഇതേ ഒരു ചോദ്യത്തിന് മുന്നിലായിരിക്കാം. വെദർ വി നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് ഓർ മ്യൂച്വൽ ഫണ്ട്, ഏതാണ് നല്ലത്, സ്റ്റോക്കാണോ നല്ലത് അതോ മ്യൂച്വൽ ഫണ്ടാണോ നല്ലത്? ദർ ഈസ് നോ ഫിക്സഡ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സ്റ്റോക്കിനാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിനാണെങ്കിലും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2010 റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വാങ്ങുന്നതിന് പകരം റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനിയിൽ, അഥവാ ഏഷ്യർ മോട്ടോഴ്സ് ആണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനി ഹോൾഡ് ചെയ്യുന്നത്, ആ കമ്പനിയിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ 1 കോടിയിൽ കൂടുതലാണ്. ഏഷ്യർ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ 10 വർഷം കാഴ്ചവെച്ചത് നല്ല പെർഫോമൻസ് ആണ്. അതുകൊണ്ട് അതിൽ ആരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയോ അവർക്ക് നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ ആ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് 2018 യെസ് ബാങ്ക് എന്ന് പറയുന്ന കമ്പനിയിൽ നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ 3000 രൂപയാണ്. കാരണം യെസ് ബാങ്ക് എന്ന് പറയുന്ന കമ്പനി ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് അതിൻ്റെ ഷെയർ പ്രൈസ് 400 രൂപയിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്നത് 12 രൂപയാണ്. ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത എല്ലാവരുടെയും പണം നഷ്ടമായി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, സ്റ്റോക്ക് എന്ന് പറയുന്നത് നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു ഓപ്ഷനാണ്, അതുപോലെ തന്നെ ഒരുപാട് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്കിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അനുയോജ്യമായത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ഞാൻ വീക്കിലി വൺസ് ഫിനാൻസ് പരമായ വീഡിയോകൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം വൈകാതെ നേരെ വീഡിയോയിലേക്ക്. എന്താണ് സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് കമ്പനിയുടെ ഓണർഷിപ്പ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഒരു 500 രൂപയ്ക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഷെയർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഒരു ഷെയർ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ 500 രൂപ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഒരു 50 കമ്പനീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ആ 50 കമ്പനിയിലേക്കും കുറച്ചായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടില്ല ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓരോരോ ഷെയർ ആയിട്ടാണ്. ഇപ്പം നമ്മൾ 500 രൂപയ്ക്ക് നേരത്തെ പറഞ്ഞ ടാറ്റ മോട്ടോഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 500 രൂപയ്ക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഷെയറാണ് നമുക്ക് ലഭിക്കുക. നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ 500 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ലഭിക്കുന്ന യൂണിറ്റുകളാണ്. എത്രയാണോ ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള NAV, നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണോ അതിനനുസരിച്ചുള്ള യൂണിറ്റുകളാണ് നമുക്ക് ലഭിക്കുക. നമ്മളിപ്പം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു 50 രൂപയാണ് അതിൻ്റെ NAV എന്നുണ്ടെങ്കിൽ നമുക്ക് 10 യൂണിറ്റ് 500 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. അതാണ് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെയും സ്റ്റോക്കിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏതാണ് എനിക്ക് അനുയോജ്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. സ്റ്റോക്കിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് സ്റ്റോക്ക് വാങ്ങണം അല്ലെങ്കിൽ ഏത് സ്റ്റോക്ക് വിൽക്കണം എന്നുള്ളത്. കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ കൊറോണ വന്നു അതുകൊണ്ട് ഫാർമ സെക്ടർ നല്ലപോലെ ഗ്രോ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാർമ സെക്ടറിൻ്റെ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റും. നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറാണ് തീരുമാനിക്കുന്നത് ഏത് സ്റ്റോക്കാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ ഏത് സ്റ്റോക്കാണ് വിൽക്കുന്നത് എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സ്റ്റോക്കിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ സ്റ്റോക്കിൽ ഡയറക്റ്റ് ആയിട്ടൊരു കമ്പനിയുടെ ഓണർഷിപ്പാണ് വാങ്ങിക്കുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഡയറക്റ്റ് ഓണർഷിപ്പ് വാങ്ങിക്കുന്നില്ല, നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഓണർഷിപ്പ് എടുക്കുന്നത്. അത് യൂണിറ്റുകളായിട്ടാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് പകരമായിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് സ്റ്റോക്കിന് ഈസി ആയിട്ട് മൾട്ടി ബാഗർ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ മ്യൂച്വൽ ഫണ്ടിന് ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിലേക്ക് നിങ്ങൾ 10 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 10 ഇരട്ടി റിട്ടേൺ ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ലഭിച്ചേക്കാം.
എന്നാൽ മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 10 ഇരട്ടി റിട്ടേൺ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഒരുപാട് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് എല്ലാ കമ്പനിയും നല്ലപോലെ പെർഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുകയുള്ളൂ. എന്നാൽ സ്റ്റോക്കുകളിൽ അങ്ങനെയല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ കമ്പനി നല്ലപോലെ പെർഫോം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് തന്നെ സാധിക്കുന്നതാണ്. അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. സ്റ്റോക്കിൻ്റെ നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ചിലവ് വളരെ കുറവാണ്. കാരണം സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് മാത്രമാണ്. ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് ആകെ വരുന്ന ചിലവ് ബ്രോക്കറേജിൻ്റെ ഒരു ചിലവ് മാത്രമാണ് ആകെ വരുന്നത്. ഇന്ന് ബ്രോക്കറേജ് ഫ്രീ കൊടുക്കുന്ന ഒരുപാട് കമ്പനികൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ ചാർജുകൾ ഉണ്ടെങ്കിൽ പോലും അത് വളരെ നെഗ്ലിജിബിളായ ഒരു എമൗണ്ടാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ അത് 1% മുതൽ 2% വരെ ആകാറുണ്ട്. അത് സ്റ്റോക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഒരു എമൗണ്ടാണ്. സ്റ്റോക്കിൻ്റെ അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് ആണ് മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയ സമയത്ത് പോലും അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സ്റ്റോക്കുകളിൽ പറ്റും. ഇപ്പോൾ NSEയിൽ ഏകദേശം 1700 കമ്പനികളുണ്ട്. അതിനകത്ത് എല്ലാ കമ്പനികളും ഒരിക്കലും ഓവർ വാല്യൂഡ് ആയിട്ടുണ്ടാവില്ല. അതിനകത്ത് ചില കമ്പനികൾ നമുക്ക് അണ്ടർ വാല്യൂഡ് കമ്പനികൾ നമുക്ക് കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്കുകളിൽ പറ്റും. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല. ഫണ്ട് മാനേജറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് സ്റ്റോക്കാണ് വാങ്ങുക അല്ലെങ്കിൽ ഏത് സ്റ്റോക്കാണ് വിൽക്കുക എന്നുള്ളത്. സാധാരണ ആളുകൾ മന്ത്ലി SIP വഴിയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറ്. ആ സമയത്ത് ആരും മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണോ എന്ന് ആരും ചെക്ക് ചെയ്യാറില്ല. എല്ലാവരും എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു എന്ന് മാത്രം. അടുത്തത് ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത് ഒരു ഹൈ റിസ്ക് ഗെയിമാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഷെയറിൻ്റെ വില ഇടിയും. അതിൻ്റെ ഷെയറിൻ്റെ വില ഇടിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ കംപ്ലീറ്റ് എമൗണ്ടും നഷ്ടമാകും. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ യെസ് ബാങ്കിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് എമൗണ്ട് ഇപ്പോൾ നഷ്ടമായിരിക്കും. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഒരുപാട് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എല്ലാ കമ്പനിയും ഒരുപോലെ തകരുക എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. റിസ്ക് വളരെ കുറവാണ് മ്യൂച്വൽ ഫണ്ടിൽ എന്ന് വേണം പറയാൻ. അടുത്തൊരു കാര്യം, നമ്മൾ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കാരണം ഒരു കമ്പനിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെയും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. പക്ഷേ അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കമ്പനിയെക്കുറിച്ച് അതിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി നല്ലപോലെ മനസ്സിലാക്കി അതിൻ്റെ ബാലൻസ് ഷീറ്റ് പഠിച്ച് അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ റിസർച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സമയം വേണം. ഒരുപാട് സമയം വേണമെന്ന് മാത്രമല്ല, നമുക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല. നമ്മൾ ഫണ്ട് മാനേജറെ ഓൾറെഡി എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരാണ് നമ്മൾക്ക് പകരമായി റിസർച്ചുകൾ നടത്തുന്നത്. അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. മ്യൂച്വൽ ഫണ്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ജോലി എടുക്കുന്ന ഒരാളാണ്, അയാൾക്ക് ചിലപ്പോൾ ഇങ്ങനെ റിസർച്ച് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സമയം ഉണ്ടാകണമെന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും വളരെ ഉചിതം. കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് മാനേജർ അയാൾക്ക് പകരമായി എല്ലാ കാര്യങ്ങളും ചെയ്തോളും. മ്യൂച്വൽ ഫണ്ടിൻ്റെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാൻ പറ്റും. കാരണം മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ വാങ്ങിക്കുന്നത് യൂണിറ്റുകളാണ്. നമ്മൾ എത്ര എമൗണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ആ എമൗണ്ടിനുള്ള യൂണിറ്റ് നമുക്ക് ലഭിക്കും. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരു യൂണിറ്റ് വാങ്ങാനുള്ള എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ 0.5 യൂണിറ്റ് വരെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ വാങ്ങാൻ പറ്റും. എന്നാൽ സ്റ്റോക്കുകളിൽ അങ്ങനെയല്ല. സ്റ്റോക്കുകളിൽ നമുക്ക് മിനിമം ഒരു ഷെയറെങ്കിലും നമുക്ക് വാങ്ങിക്കാതെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഈ മാസം വാങ്ങിക്കുമ്പോൾ 500 രൂപയായിരിക്കും ഷെയറിൻ്റെ വാല്യൂ. അടുത്ത മാസം നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ചിലപ്പോൾ 600 രൂപയാവും. അപ്പോൾ മന്ത്ലി ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടായി വന്നേക്കാം. അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലൂടെ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ കാരണം. ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെയും സ്റ്റോക്കിൻ്റെയും പ്രധാനപ്പെട്ട ഗുണങ്ങളും ദോഷങ്ങളും. ഇനി നമുക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം.
ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ റിസർച്ച് ചെയ്യാനുള്ള സമയമില്ല, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടാണ്. നേരെ മറിച്ച് മാർക്കറ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഒരു സ്റ്റോക്കിനെ പറ്റി റിസർച്ച് ചെയ്യാനും സമയം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു കമ്പനിയിലേക്ക് മാത്രമായി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. നിങ്ങളുടെ അടുത്തുള്ള ക്യാപിറ്റൽ വെച്ച് ഒരു 15 മുതൽ 20 കമ്പനിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ള അമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. കാരണം നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും. ഈ ചാനലിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.